ജൂൺ 3 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായ രാത്രി. ചെങ്കടലായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി RCB ആദ്യമായി IPL കിരീടമുയർത്തിയ ദിനം. വിരാട് കോഹ്ലി എന്ന ഇതിഹാസം പൂർണ്ണനായ നിമിഷം. അക്ഷരാർത്ഥത്തിൽ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾക്കാണ് ചൊവ്വാഴ്ച ക്രിക്കറ്റ് ലോകം സാക്ഷിയായത്. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം അവരെ കാത്തിരുന്നത് രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ തന്നെ വേദനിപ്പിക്കുന്ന വാർത്തകളിലൊന്നാണ്. വിജയമധുരം സങ്കടക്കണ്ണീരായി മാറുന്ന കാഴ്ചയ്ക്കാണ് ബുധനാഴ്ച വൈകിട്ട് ബംഗളൂരു നഗരം സാക്ഷിയായത്. കാത്തിരിപ്പിനും പരിഹാസങ്ങൾക്കുമെല്ലാം വിരാമമിട്ട് RCB ടീം IPL കിരീടമുയർത്തിയതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ വൻ ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു. ബംഗളൂരുവിന്റെ സ്വപ്നം സാഫല്യമായ ആ രാത്രി പിന്നിട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ആ ദുരന്ത വാർത്ത ആരാധകരെ തേടിയെത്തി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വിജയാഘോഷത്തിനായി തടിച്ചുകൂടിയവർ തിക്കിലും തിരക്കിലും പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. RCB ടീമിന്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൻ സ്വീകരണം ഒരുക്കിയപ്പോൾ പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും 11 ആരാധകരുടെ ജീവനാണ് പൊലിഞ്ഞത്. ബംഗളൂരുവിന്റെ സന്തോഷ നിമിഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായിരുന്നു ഈ ദുരന്തം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിനെയും കായിക ലോകത്തെയും സംബന്ധിച്ച് കറുത്ത ദിനമായി മാറിയിരിക്കുകയാണ് ജൂൺ 4. താരാരാധന അതിരുകടന്നുണ്ടാകുന്ന അപകടങ്ങൾ ഇതാദ്യമായല്ല. ക്രിക്കറ്റ് ലോകത്ത് മാത്രമല്ല, ഫുട്ബോളിലും സിനിമാ ലോകത്തും താരാരാധന കാരണം ജീവഹാനി ഉണ്ടാകുന്ന അപകടങ്ങൾ ഈ അടുത്തുപോലും ഉണ്ടായിട്ടുള്ളതാണ്. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ റിലീസ് ദിവസം ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവം ഏറ്റവും അടുത്തുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരണപ്പെടുകയും 9 വയസ്സുള്ള മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തും അതിരുവിട്ട് താരാരാധന ജീവൻ നഷ്ടപ്പെടുന്ന ദുരന്തങ്ങളിലേക്ക് നയിച്ച സംഭവങ്ങൾ ഏറെയുണ്ട്. PSG ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയതിന് പിന്നാലെയുണ്ടായ അപകടം അതിലെ അവസാന എൻട്രി മാത്രമാണ്. PSG കന്നി ചാമ്പ്യൻസ് ലീഗ് നേട്ടത്തിന് പിന്നാലെ പാരീസ് നഗരത്തിൽ നടന്ന ആഘോഷ പ്രകടനത്തിനിടെയായിരുന്നു സംഘർഷമുണ്ടായത്. ആരാധകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടുകയും സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തതോടെ നഗരം കലാപാന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. വിജയാഘോഷങ്ങൾ അക്രമാസക്തമായതോടെ 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 500-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ആവേശവും ആഹ്ലാദവും പകരുന്നതാണ് സ്പോർട്സും സിനിമയുമെല്ലാം. എന്നാൽ കാത്തിരിപ്പിന്റെയും വിജയത്തിന്റെയും ആഹ്ലാദവും ആഘോഷവും അതിരുവിടുന്നതും അത് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതും ഹൃദയഭേദകമാണ്. മനുഷ്യജീവനേക്കാൾ വലുതാവരുത് ഒരിക്കലും താരാരാധന.